അതാണ് ചേട്ടാ നിങ്ങളിത് ബിസിനസ് എന്ന് പറയുമ്പോൾ മൊത്തം നെറ്റ് പിടിക്കാനുള്ള എന്തിന്റെ അല്ല ആൽബി, ഇതേ ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ ഇതിൽ കണ്ടവാൻ റിസ്ക് ഉണ്ട്. ഞാനിത് ഇങ്ങനെ ഒരു ചാനൽ തന്നെ ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള സംഭവമായിട്ട് അവർ പറയണേ. ഞാനിപ്പോൾ ഒരു ചില യൂട്യൂബേഴ്സിന്റെ ചാനൽ കാണുമ്പോൾ ഭയങ്കര മനോഹരമായ അവതാരണ ശൈലി. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20-30 കൊല്ലത്തെ ഓരോ സംരംഭങ്ങളുടെ ചരിത്രം 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പറയും. സക്സസ് മാത്രം എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങി, കമ്പനി ലാഭത്തിലായി, കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയായി, കമ്പനി ഇത്ര ടേൺ ഓവറിലെത്തി, ഇതൊക്കെ പറയുന്നത് വെറും 20 മിനിറ്റ്സിലാ. അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് അങ്ങോട്ട് രക്തം തിളച്ചിട്ട് എന്ത് ചെയ്യും, ചെന്നിറങ്ങും. അവർ 20-30 കൊല്ലത്തെ ചരിത്രം ഈ പറയണേ. പിന്നെ ഈ ചരിത്രത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ആ കാലഘട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യണേ. ഓരോ 15 കൊല്ലം കൂടുമ്പോഴും മാർക്കറ്റിന്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാന്ന് ചോദിക്കും. ഒരു വയസ്സായ ഒരു കുട്ടിക്ക് 15 കൊല്ലം കഴിയുമ്പോൾ 15 വയസ്സായി. പിന്നെ അവനാ കാര്യങ്ങൾ തീരുമാനിക്കണേ. എനിക്ക് ഇന്ന ഷർട്ട് വേണം, ഇന്ന പാന്റ് വേണം, ഇന്ന ഷൂ വേണം. പിന്നെ അവനാണ് ചൂസ് ചെയ്യണേ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണന്മാരോടൊക്കെ മാറിയിരിക്കാൻ പറയും. ഞാൻ ഈ ചെറുപ്പമായിട്ട് ചിലവിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് പറയാ പിള്ളേര്. അപ്പൊ 15 കൊല്ലം കൂടുമ്പോ ട്രെൻഡ് മാറി. ആ സമയത്താണ് ഈ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യണത്, ഒരു 50 കൊല്ലം മുമ്പ് കമ്പനി വിചാരിച്ച ചരിത്രമൊക്കെ 20 മിനിറ്റ് കൊണ്ട് പറയും. ഇതങ്ങോട്ട് കേട്ടിട്ട് ഇവരെന്ത് ചെയ്യും, ചാടി പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങി കഴിയുമ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടം. ഇത് ഇന്നത്തെ കാലഘട്ടം കോമ്പറ്റീഷൻ മുറുകി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ്. എത്രത്തോളം നെഗറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നോ അത്രത്തോളം വീഴ്ചകളുടെ ആഘാതം കുറയും. കാരണം നമ്മളൊന്ന് ശ്രദ്ധിക്കും, അത്ര ഉദ്ദേശിക്കണല്ലോ. ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ഇത് ഇയാൾ ഇങ്ങനെ പറയണില്ലേ, ഇയാൾ മൊത്തം നെഗറ്റീവ് പറയണേ. എന്നാലും നെഗറ്റീവ് കേൾക്കാനും രസമുണ്ട് കുറെ പേർക്ക്. അവരൊന്ന് കേൾക്കും. കേട്ട് കഴിയുമ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ എന്തെങ്കിലും വരും. ചിലപ്പോ ഇത് ഇങ്ങനെ കാര്യം പറഞ്ഞു, അതിൽ എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ എന്നൊരു തോന്നിയ അതാ തോന്നിയവനൊരു ഭാരം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് എല്ലാം പോസിറ്റീവാന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് അവസാനം അടി കിട്ടുന്ന നേരത്തെ ആരും ഉണ്ടാവില്ല, യൂട്യൂബറൊന്നും ഉണ്ടാവില്ല. അടി കിട്ടുമ്പോ നമ്മൾ തന്നെ മേടിക്കണം. പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ. ഞാൻ നേരത്തെ ലില്ലിപ്പൂവിന്റെ ഒക്കെ കഥ പറഞ്ഞില്ലേ, അവര് ബിൽ ഗേറ്റ്സ് നന്നായി കേട്ടിട്ടാണ് അവൻ പോയത്. ഇപ്പൊ ലില്ലിപ്പൂ വാടിപ്പോയി. ഞാൻ നേരത്തെ ലില്ലിപ്പൂ പറഞ്ഞ തുടങ്ങിയ കഥ പറഞ്ഞില്ലേ, 120 എംപ്ലോയീസിനെ വെച്ച് 2 കോടി ചെലവാക്കി പിന്നെ 1 കോടി ഇറക്കി കഥ പറഞ്ഞില്ലേ. ഇപ്പൊ ലില്ലിപ്പൂ വാടി, ഒന്നുമില്ല. ഓഫീസും ഇല്ല, പത്രസും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, കൂട്ടുകാരും ഇല്ല, ആരും ഇല്ല. നിരാശ മാത്രം ബാക്കി. ഇപ്പൊ ഇങ്ങനെ കുറെ പേര് വന്നതിന്റെ ഉള്ളിൽ ചാടുണ്ട്. അപ്പൊ നമ്മള് ബിസിനസ് ചെയ്യണ്ടെന്നല്ല പറയണേ. നമ്മള് ബിസിനസ്സിന് ഒരിക്കലും എതിരല്ല. ഞാനും ബിസിനസ്സുകാരനാ. ഈ പറയുന്ന എല്ലാ കാലഘട്ടങ്ങളും കടന്നിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ പറയണത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ചെന്ന് അറിവില്ലാണ്ട് ചെന്ന് ഒരു പുലിവാല് പിടിക്കരുത്. നിങ്ങൾ പരമാവധി കിട്ടാവുന്നിടത്തോളം നോളേജ് എല്ലാ പോയിന്റുകളിൽ നിന്നും നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ.